ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ചാനൽ. ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് ഒരു പഴനി യാത്രയ്ക്ക് പോയി. വൈകിട്ട് 7 മണിക്കുള്ള സ്വർണ്ണരഥ പ്രദക്ഷിണമായിരുന്നു ഉദ്ദേശം. രാവിലെ 6:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം വണ്ടിക്കകത്ത് എടുത്തു വെച്ചു. വൈകിട്ട് പഴനി എത്തിയാൽ മതി. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് കുറെ സ്ഥലങ്ങളെല്ലാം കാണാനായി ഇറങ്ങി. മാസാണിയമ്മൻ കോവിൽ, ആളിയാർ ഡാം, കവിയരുവി, കണക്കമ്പട്ടി പളനിസ്വാമി ടെമ്പിൾ, അങ്ങനെ എല്ലാം കണ്ട് നേരെ പഴനിക്ക്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. നീതിദേവതയായ മാസാണിയമ്മൻ കോവിലാണ് ഇത്. കളവ്, ചതി, നുണ ഇതൊന്നും ഇവിടെ വാഴിക്കില്ല. രോഗപീഠകളിൽ ഉഴലുന്നവർക്ക് ആശ്വാസം കിട്ടും. ഇതൊക്കെയാണ് വിശ്വാസം. കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചി താലൂക്കിൽ ആനമല പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം. തെരുവിൽ നിറയെ പൂജസാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. നമ്മൾ അമ്മയെ തൊഴുത് ഇറങ്ങി. വഴിയിൽ നിർത്തി ഇഡലിയും വടയും മറ്റും കഴിച്ച് വണ്ടിയിൽ കയറി. പിന്നെ നിർത്തിയത് ആളിയാർ ഡാം കാണാനാണ്. കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചിക്കടുത്താണ് ഇത്. താഴെ മനോഹരമായൊരു ഗാർഡൻ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി വിശാലമായ പാർക്കും കുറേ റൈഡുകളും കാണാം. ഈ പടികൾ കയറി വേണം ഡാമിന് മുകളിലെത്താൻ. രാവിലെ ആയതിനാൽ വെയിലിന് അത്ര ചൂടില്ല. കഷ്ടപ്പെട്ട് കയറിയാലും ഒരു നഷ്ടവുമില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ള വ്യൂ. വെറുതെ അല്ല ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയത്. അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള മങ്കി ഫാൾസിലേക്കാണ് പോകുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ. ഇപ്പോൾ കവിയരുവി എന്നു പേരിലാണ് ഈ വാട്ടർഫാൾസ് അറിയപ്പെടുന്നത്. ഈ ഫാൾസ് കാണാൻ കാടിനകത്തുകൂടെ കുറേ ദൂരം നടക്കൊന്നും വേണ്ട. വളരെ അടുത്താണിത്. പച്ചപ്പ് നിറഞ്ഞ മരക്കൂട്ടങ്ങളും പാറക്കെട്ടുകളും പിന്നെ ഈ മനോഹര വെള്ളച്ചാട്ടവും. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം. കുറേ നേരം അവിടെ ചിലവഴിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നിറങ്ങി വണ്ടിയിൽ കയറി. വിശന്നു തുടങ്ങിയപ്പോൾ റോഡ് സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കി ഭക്ഷണം കഴിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. ദിണ്ടുഗൽ ജില്ലയിലെ കണക്കമ്പട്ടി ഗ്രാമത്തിലുള്ള കണക്കമ്പട്ടി പളനിസ്വാമി ടെമ്പിളിലേക്ക്. കണക്കമ്പട്ടി മൂട്ടൈ സ്വാമികളുടെ സമാധിയും പിന്നെ വിശാലമായ ഊട്ടുപുരയും കണ്ടു. ഒരുപാട് പേർ വന്ന് വിശപ്പടക്കി പോകുന്നുണ്ട്. ആരും വിശന്ന് കിടക്കരുത്, അതാണ് ഇവിടുത്തെ മോട്ടോ. അവിടെ നിന്നിറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ച് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനായ പഴനി മുരുകൻ കോവിലേക്ക്. പഴനിയിൽ ഇപ്പോൾ മൊബൈൽ ഫോണും ക്യാമറയും ഒന്നും അലൗഡ് അല്ല. ഇപ്പോൾ തോന്നുന്നു പണ്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വെക്കാമായിരുന്നു എന്ന്. കുറച്ച് നടന്ന് വേണം അമ്പലമെത്താൻ. പണ്ട് കയറിയ വഴിയിലൂടെ അല്ല ഇപ്പോൾ പ്രവേശനം. 7 മണിക്ക് ശേഷമുള്ള സ്വർണ്ണരഥ പ്രദക്ഷിണവും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. താഴെ കാവടിയാട്ടം കണ്ടു. പഞ്ചാമൃതം, ഭസ്മം പിന്നെ കുറച്ച് കൊയ്യാക്കിയും വാങ്ങി വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തില്ലേ? കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്